ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്ന് 36-ാം ഞായറാഴ്ചയാണ്. സെമിയോ ഞായർ എന്നാണ് ഈ ദിവസത്തെ അറിയപ്പെടുന്നത്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ളതായ വാക്യങ്ങൾ. കുറിവാക്യമായി 52-ാം വാക്യം വായിക്കണം. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. ബത്തിമായി എന്നറിയപ്പെടുന്ന കുരുടനായ ഭിക്ഷക്കാരനെ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന സംഭവമാണ് ഇന്നത്തെ വേദഭാഗത്തെ പരിപാടി വിഷയം. ഈ വേദഭാഗത്തു നിന്നും ഏതാനും ചിന്തകൾ നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ദൈവം. യേശുവും ശിഷ്യന്മാരും യെരുശലേമിലേക്കുള്ളതായ യാത്രയിൽ എരിഹോ പട്ടണത്തിൽ എത്തിച്ചേർന്നു. യേശു കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ അന്ധനായ ബത്തിമായി, യേശുവേ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കും. അവന്റെ ആവശ്യം ലജ്ജ കൂടാതെ യേശു കർത്താവിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. ബത്തിമായുടെ നിലവിളി ഒരു അവസരമായി കണ്ട് പുരുഷാരം അവനോട് മിണ്ടാതിരിപ്പാൻ ആവശ്യപ്പെട്ടു. എങ്കിലും അവൻ തന്റെ ആവശ്യം ഏറ്റവും നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. യേശു നിന്ന് അവനെ അരികിലേക്ക് വിളിക്കുന്നു. കർത്താവ് തന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്നവനാണ്. ബത്ശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്ന ഹാഗാറിന്റെ കരച്ചിൽ കണ്ട ദൈവം, ബാലന്റെ നിലവിളി കേട്ട ദൈവം നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ ഉത്തരം നൽകുന്നവനാണ് എന്ന ഈ വേദഭാഗം നമ്മെ ഓർമ്മിക്കുന്നു. 2, കാഴ്ചയിലേക്ക് നയിക്കുന്ന ദൈവസ്നേഹം. എല്ലാവരും അവഗണിച്ച അവനെ യേശു പരിഗണിക്കുന്നു. ബത്തിമായോട് ശിഷ്യന്മാർ പറയുന്നു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു. അവന്റെ പുതപ്പും ഭിക്ഷാടനത്തിന്റെ വിരിപ്പും എല്ലാം വിട്ട ശേഷം യേശുവിന്റെ അടുക്കിലേക്ക് ഓടുന്നു. ഒരു മനുഷ്യനെ ഭിക്ഷക്കാരനാക്കുന്ന യാചകരുടെ വേഷം അവൻ എന്നേക്കുമായി വലിച്ചെറിയുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം എന്ന യേശു കർത്താവിന്റെ ചോദ്യത്തിന്, പ്രഭുവിനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമേ എന്ന് അവൻ അപേക്ഷിക്കുന്നു. എല്ലാവരോടും പണം യാചിച്ചവൻ ക്രിസ്തുവിനോട് കാശിന് പകരം കാഴ്ച യാചിക്കുന്നു. സമീപേ നിൽക്കുന്നവർക്കൊക്കെ വെറും കാഴ്ച മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഈ യാചകന് ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. താൻ സമീപിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെയാണ് എന്ന തിരിച്ചറിവിന്റെ വെളിച്ചം അവന്റെ ഉൾക്കാഴ്ചയെ പ്രകാശിപ്പിച്ചു. നഷ്ടപ്പെട്ട കാഴ്ച അവന് തിരികെ ലഭിക്കുന്നു. കാഴ്ച ലഭിച്ചതിൽ സന്തുഷ്ടനായ ബത്തിമായി ചുറ്റുപാടുകളിലേക്ക് കണ്ണ് അയക്കുന്നില്ല. അവന്റെ നോട്ടം നേരെ ചെന്ന് പതിക്കുന്നത് തനിക്ക് സൗഖ്യം നൽകിയതായ യേശു ക്രിസ്തുവിലാണ്. യേശുവിനേക്കാൾ വലുതായി മറ്റൊന്നും തന്റെ ജീവിതത്തിൽ വിലയുള്ളതായി കാണുന്നില്ല. 3, ശിഷ്യത്വത്തിന്റെ വഴിയിൽ അനുഗമിക്കുന്ന ഭക്തിമായി. തന്നെ അന്ധകാരത്തിന്റെ ഇരുണ്ട ലോകത്തിൽ നിന്ന് സുന്ദരമായ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് ക്രിസ്തു നയിച്ചപ്പോൾ ഈ രക്ഷകനെ ഭക്തിമായി അനുഗമിക്കും. വഴിയരികിൽ ഇരുന്ന ഭക്തിമായി യേശുവിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നു. ഒരു മനുഷ്യനും ക്രിസ്തുവും തമ്മിലുള്ളതായ ദൂരം വഴിയരികിൽ നിന്ന് വഴിയിലേക്കുള്ളതായ ദൂരമാണ്. ഒരു കാര്യം ഓർക്കുക, നാം ആരും വഴിയിലിരുന്ന് ഭിക്ഷ യാചിച്ച് ഇരയ്ക്കേണ്ടവരല്ല, വഴിക്ക് വരേണ്ടവരാണ്. സൗഖ്യം പ്രാപിച്ച ബുദ്ധിമായി ക്ഷണത്തിൽ യേശുവിനെ അനുഗമിച്ചു. കർത്താവിനെ അനുഗമിക്കുന്നതിന് മറ്റൊന്നും അവന് തടസ്സമാകുന്നില്ല. ആരെയും നോക്കാതെ യേശുവിനെ കുറിച്ച് മാത്രം നോക്കി അനുഗമിക്കുന്നതാണ് ശരിയായ അനുഗമിക്കൽ എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അന്തസ്സ് നഷ്ടപ്പെട്ട, ആഭിജാത്യം ഒന്നും പറയാനില്ലാത്ത തെരുവോരത്തിരുന്നവൻ അന്തസ്സുള്ളവനായി, അഭിമാനമുള്ളവനായി, ദൈവബോധനായി, ദൈവരാജ്യത്തിന്റെ വാക്താവായി മാറുന്നു. നാം വാസ്തവമായി ദൈവസനെ നിലവിളിക്കുമ്പോൾ അവൻ നമുക്ക് ഉൾക്കാഴ്ച നൽകി നമ്മെ അനുഗ്രഹിക്കും. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ കൃപ നൽകും. അപ്രകാരമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.